മുസാഫിർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നലെ കാസർഗോഡ് നിന്ന് ഗോവയിലെത്തി. ഏകദേശം 11 മണി ആയിരുന്നു ഇന്നലെ റൂമിലേക്ക് എത്തുമ്പോൾ. ചെറിയൊരു പണി കിട്ടി. റൂം നമ്മൾ ബുക്ക് ചെയ്ത റൂം നമുക്ക് കിട്ടിയില്ല. പിന്നെ അടുത്തുള്ളൊരു റൂം നമുക്ക് അതിനേക്കാളും നല്ല റൂം കിട്ടി. ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ഞങ്ങളിപ്പോൾ അതിന് മഹദിലേക്കാണ് പിടിക്കുന്നത്. ഏകദേശം ഒരു 350 കിലോമീറ്റർ മഹദിലേക്കുണ്ട്. അപ്പോൾ സപ്പോർട്ട് എന്നും ഉണ്ടാകണം, ഇതുപോലെ തന്നെ എന്നും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞു. സെക്കൻഡ് ഡേയിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ്. നമ്മുടെ സ്റ്റേ ഇവിടെയായിരുന്നു. സ്റ്റേ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, സെറ്റായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കിട്ടാതെയായി ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ല, സീനില്ല. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, പക്ഷേ ഞാൻ പോയില്ല. ഒക്കെ നനഞ്ഞാൽ പിന്നെ സെറ്റാവില്ല. ഫുഡ് കഴിക്കാണ്ട്. ഇപ്പം ഏകദേശം 11 മണി കഴിഞ്ഞു. നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു, പക്ഷെ ആദ്യ ദിവസമാണ്ട് അത്യാവശ്യം നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. അതാണ് പൂളിലെ നല്ല ബോഡി പെയിൻ ഉണ്ടായിരുന്നു. രാത്രി പനിയൊക്കെ വന്നു, ടാബ്ലറ്റ് കഴിച്ചു. ഇപ്പോൾ സെറ്റാണ്, ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഷോൾഡർ വേദന വന്നു, കുറേ ടാസ്ക് ഉണ്ടായിരുന്നു, ഒക്കെ സെറ്റായി. ഇപ്പോൾ സീനൊന്നുമില്ല. ഗൈസ്, നമുക്ക് കുറച്ച് മലയാളികളെ കിട്ടിയിരിക്കുന്നു ഗോവയിൽ നിന്ന്, കാഞ്ഞങ്ങാട്. നിങ്ങളുടെ പേരെന്താ? അശ്വിൻ. നിങ്ങൾ എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യാണല്ലേ? നിങ്ങൾ എത്ര ദിവസത്തെ ട്രിപ്പാണ്? 2 ദിവസം. പൊളിക്കാമെന്നാണല്ലേ? പൊളിച്ചെടുക്ക്. ഓക്കെ. ഫോറസ്റ്റ് ഏരിയയിലേക്ക് കയറിയിരിക്കുകയാണ്. ഗോവ ബോർഡർ കഴിഞ്ഞോന്നറിയില്ല. നമ്മളിപ്പിന് നെക്സ്റ്റ് സ്റ്റേറ്റ് മഹാരാഷ്ട്രയാണ്. കേരളം കവർ ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളം കഴിഞ്ഞു. പിന്നെ കർണാടക, പിന്നെ ഗോവ, പിന്നെ നെക്സ്റ്റ് മഹാരാഷ്ട്ര. അപ്പൊ 4ാമത്തെ സ്റ്റേറ്റിലേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 16 സ്റ്റേറ്റോളം നമ്മളിപ്പോ കവർ ചെയ്യും. 2 സൈഡും കാടാണ്. റോഡ് അത്യാവശ്യം നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിനേക്കാളും ഫോറസ്റ്റിന് കിട്ടാനുണ്ട് എന്നാണ് തോന്നുന്നുള്ളത്. ഏറ്റവും ബെസ്റ്റ് റൂട്ട് എന്നാ പറഞ്ഞത്. നമുക്ക് ഏതായാലും പോയി നോക്കാം. നമ്മൾ വരുമ്പോൾ കുറേ ചെക്കിങ് കിട്ടിയിരുന്നു, പക്ഷെ ആരും നമ്മളെ തടഞ്ഞ് നമ്മളെ ചെക്ക് ചെയ്യാൻ നിന്നില്ല. എല്ലാവരെയും നമ്മളെ വിട്ടിട്ടുണ്ട്. ഇതുവരെയുള്ള പോലീസൊക്കെ നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയില്ല. ഒക്കെ നോ സീൻ ആൻഡ് സേഫ് റൈഡ്. കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് ചെയ്യാനും മെൻഷൻ ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. ചില സമയത്ത് എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നമുക്കിതൊക്കെ ചെയ്യാൻ പറ്റൂ. അത് മാത്രമല്ല, റേഞ്ച് നല്ല സീനാണ്. റേഞ്ച് നല്ലോണം കുറവാണ്. അപ്പോൾ ചെറിയ റീലും ഷോർട്സൊന്നും നമുക്ക് ഇടാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളടുത്ത കഥ എന്താണെന്ന് അറിയില്ല, നമുക്ക് പോയി നോക്കാം. ഏതായാലും ഇക്രൂരെ നോക്ക് ഗൈസ്, ഇക്രൂരെ നോക്ക് ഗൈസ്. എന്താക തേങ്ങായി. അത് നല്ല ബുദ്ധിയാണല്ലോ. കാലിങ്ങനെ ഇട്ടിട്ട് പോവാന് സെറ്റ് കേട്ടോ. പൊട്ടിട്ട് പോവല്ലോ. ഒരേ 3 സ്റ്റേറ്റ് കഴിഞ്ഞ് കേരള, കർണാടക, ഗോവ. ഇപ്പോൾ ഞങ്ങൾ മഹാരാഷ്ട്രയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ വണ്ടി സ്റ്റോപ്പ് ചെയ്തതാണ്. ഓക്കെ, സെറ്റല്ലേ ഇക്രോ? ഒക്കെ സെറ്റല്ലേ? നല്ല ഹൈവേ ആണ് ഇക്രോസ്. സെറ്റല്ലേ മുത്തല്ലോ? ഓക്കടാ. B6 ഇപ്പോൾ സെറ്റാക്കും. രാജാവിനെന്ത് ക്യൂ അല്ലേ? എല്ലാരും പല ആൾക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ടായി, എന്തിനാണ് ഇങ്ങനെ ബൈക്കിൽ ഇങ്ങനെ പോകുന്നത്, കാറിൽ പോയിക്കൂടെ എന്നൊക്കെ. പക്ഷേ ഇതിന്റെ ശരിക്കുള്ള ഉത്തരം ഇതാണ്, ഈ ടോൾ ഗേറ്റ് ആണ്. അപ്പൊ ഇപ്പൊ ഏകദേശം ഇപ്പൊ വരുമ്പോ ഏകദേശം ഒരു 6-7 ടോൾ ഗേറ്റ് ആണ് ഇപ്പൊ കിട്ടിയത്. 200, 250, 300 ഒക്കെ വാങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഏകദേശം നല്ലൊരു സംഖ്യ ഇതിനു വേണ്ടി മാത്രം പൊട്ടും.
റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നാഷണൽ ഹൈവേ ആണ്. 66. സെറ്റ് ഹൈവേ, സെറ്റ് ക്ലൈമാറ്റ്. നമുക്ക് ചെറിയൊരു വേർക്കുന്നത് തോന്നുമ്പോഴേക്ക് ചെറിയൊരു മഴ പെയ്യും. അപ്പൊ അതിൽ സെറ്റാവും. കാര്യമായ മഴ ഒന്നും കിട്ടിയില്ല. നമ്മൾ ആദ്യം ഇറങ്ങുമ്പോ ഫ്ലാഗ് ഓഫിന്റെ സമയത്താണ് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടോ. ചുറ്റും പച്ചപ്പാണ്. നല്ല പച്ച വിരിച്ച എന്താ പറയാ, പച്ച വിരിച്ച കുന്നുകള്, അതിന്റെ മേലൊക്കെ ചെറിയ ചെറിയ മരങ്ങള്. സെറ്റാണ്. എവിടെ നോക്കിയാലും പച്ചപ്പന്നെ. അതിന്റെ നടുവിലൂടെ നല്ല റോഡും. വാവ് വാവ് വാവ്. ഞാൻ ഗോവ വരെ ഞാൻ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ്, ഫസ്റ്റ് ടൈം ആണ് ഇതിലൂടെ പോകുന്നത്. റൂട്ട് സെറ്റ്, ഒരു രക്ഷയില്ല. ഇതുവരെ റോഡൊക്കെ പൊളിയാണ്. ഇവിടെ വരുമ്പോ ലെഫ്റ്റിൽ ചെറിയൊരു കുന്ന് കണ്ടു. അപ്പൊ ഒന്ന് അങ്ങോട്ട് കയറി കുറച്ച് റെസ്റ്റ് എടുത്ത് പോകാൻ കരുതി. അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇവിടെ. നല്ല റോഡും നല്ല പച്ചപ്പും. സെറ്റ് പൊളി പൊളി. കയറിക്കോ. ആ കേറിക്കോ. പൊളി പൊളി. ഇതാണ് രസം. അയവാ, ഏത് പോയിന്റിലാ വെച്ചിനെ? ഏതാ റൂട്ടറിയോ? അതല്ല, ഇതിന്റെ ഒരു ഗ്രീൻ വേറെ തന്നെ ഒരു ഗ്രീൻ അല്ലേ? എന്റെ മോനെ ഗൈസ്, ആ വ്യൂ ഒന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ ഇവിടെ ഹൈവേ. ഇവിടെ നോക്കി, അവിടെ 4 ബൈക്ക് ഇവിടെ ജസ്റ്റ് കുന്നിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ്റി വെച്ചു. പൊളി പൊളി. ഞങ്ങൾ ഇവിടെ നിന്നും എല്ലാം ഇറങ്ങാണ്. ഓ, ഒരു കല്ല്. ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ് കേട്ടോ. ചെറിയൊരു മഴ കിട്ടി. അപ്പോൾ ഒന്നും കൂടി എന്താ പറയുക, വൈബ് കൂടി എന്ന് പറയാം. മഴ കൂടി കിട്ടിയതുകൊണ്ട്. ഇക്രൂത അതിന്റെ ടോപ്പിൽ കാണുന്നില്ല ഇക്രൂനെ. ഇക്രോസ് വേബ. ഓക്കെ, അപ്പോ മഹദ് പിടിക്കണം. ഇപ്പോ സമയം 3:40 സമയം. റൂട്ട് ഒരു രക്ഷയില്ല. ഇപ്പാണ് ശരിക്കും ആ ഒരു ടൂറിന്റെ വൈബ് കിട്ടിയത്. ഇപ്പാണ് ശരിക്കും. കാണാത്ത കാഴ്ചകൾ കാണുമ്പോൾ ഒരു എന്താ പറയാ, നമുക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ ഈ റൂട്ടൊന്നും വന്നിട്ടില്ല. ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. ചിലപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരിൽ ചിലപ്പോൾ ഈ റൂട്ടിൽ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതിന് മാത്രം ഇപ്പോൾ ഇവിടെ എന്താ ഉള്ളതെന്നൊക്കെ. പക്ഷെ പറയാതിരിക്കാൻ വയ്യ, ഒരു രക്ഷയില്ലാത്ത റൂട്ടാണ്. മുംബൈ 411. ഈ റൂട്ടിൽ നല്ല മഴയാണ്. അവര് കുറച്ച് മുമ്പിലാണ്, ഞാൻ കുറച്ച് ബാക്കിലായി പോയി. ഓ, അത്യാവശ്യം നല്ല കാറ്റുണ്ട്. ക്യാമറ എടുത്തകത്തിടേണ്ടി വരുമോ? ഓ, രക്ഷയില്ലാത്ത മഴ. നല്ല മഴയാണ് ഗൈസ്. നിങ്ങൾക്കിത് കാണുന്നുണ്ടോന്ന് അറിയില്ല. റൂട്ട് ക്യാമറ ഒക്കെ കംപ്ലീറ്റ് വരുമോന്ന് അറിയില്ല. ചെറിയൊരു പേടിയുണ്ട്. ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല. ഇപ്പോൾ സമയം 4:30. അപ്പോൾ കഴിവതും പ്യുവർ വെജിറ്റേറിയൻ ഹോട്ടൽ തന്നെയാണ് നോക്കുന്നുള്ളത്. അതാവുമ്പോൾ പിന്നെ സമാധാനത്തിൽ കഴിക്കാലോ. വയറ്റേക്കും സീനില്ല. അത്യാവശ്യം നല്ല റോഡായിരുന്നു. ഇപ്പോൾ ചിലയിടത്ത് റോഡിൻ്റെ പണി നടക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ചെറിയ റോഡാണ്.
1.5 ലിറ്റർ ഇപ്പോൾ എണ്ണ അടിച്ചു. നാട്ടിലെ റേറ്റാണ് 105 രൂപയാണ് ഇപ്പോൾ ഇവിടെ മഹാരാഷ്ട്രയിൽ പെട്രോളിന് ലിറ്ററിന് ക്യാഷ്. ഒരു 1080 ഇപ്പം അടിച്ചു. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റാണ്. ഇന്നലെ നമ്മൾ 2 പ്രാവശ്യം അടിച്ചതാണ്. ഇന്നത്തെ നമ്മുടെ റൂം ഇങ്ങനെയാണ്. കുഴപ്പമില്ല, പക്ഷെ ബാത്റൂം അത്ര പോരാ, നീറ്റില്ല. ഒരു 1600 റേറ്റ് പറഞ്ഞത്. 800 പറഞ്ഞു, 600 എത്തി. നമ്മൾ റൂമിലെത്തി. ഇന്ന് എത്തുമ്പോൾ ഏകദേശം 10 മണി ആയിരുന്നു. റൂം കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. എങ്കിലും ബാത്റൂമും കുറച്ച് കാര്യങ്ങളും പോരാ, ഇന്നലത്തേനെ അപേക്ഷിച്ച് പോരാ. യാത്രയ്ക്കല്ലേ, അഡ്ജസ്റ്റ് ചെയ്തേ പറ്റും. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള കുറവുകളൊക്കെ നിങ്ങൾ എന്നെ അറിയിക്കണമെങ്കിൽ എനിക്ക് തിരുത്തി നല്ലതുപോലെ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ കീപ് സപ്പോർട്ടിങ്. താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.